ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണെന്നല്ലേ. വേറെ എവിടെയല്ല, നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലാണ് കേട്ടോ. അവിടുത്തെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. കുറച്ച് ഡേയ്സ് മുമ്പേ ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് പോകാൻ ടൈം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് പേരൻസോ ഹസ്ബൻഡോ ഇല്ലാതെ ഞാനും അനിയത്തിയും മോനും മാത്രമായിട്ട് ഇതേപോലെ നൈറ്റ് പുറത്തിറങ്ങുന്നത്. അതും വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഹാപ്പിനെസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള ഓരോ ലൈവ് ഷോയും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് ആ സമയത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നില്ല. അത് നമ്മൾ ഒറ്റക്കാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് പോയി കാണുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. പിന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസ്ക് വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. അവിടെ പോയാൽ ഉറപ്പാണ് പിറ്റേന്ന് നമുക്ക് അസുഖം വരും എന്നുള്ളത്. ഈ അലർജിയൊക്കെ ഉള്ളവർ എന്തായാലും മാസ്ക് വെച്ച് പോകുന്നതായിരിക്കും കേട്ടോ നന്നാവുക. പിന്നെ ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളിയായിരിക്കുക. മോനൊക്കെ നന്നായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഈ ആനേനൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അവർ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാവരും അങ്ങനെയാണോ തോന്നുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വളരെ അടുത്തൊക്കെ പോയിട്ട് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ചെറിയ രീതിയിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫോട്ടോസ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വരുന്നതുകൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്ത് നിന്നാൽ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കണ്ടു പോവാണ് കേട്ടോ ചെയ്തത്. എത്ര പെട്ടെന്നാണല്ലോ ഒരു കൊല്ലം പോയത്. എൻ്റെ ലൈഫിൽ കുറേ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നടന്നു, കുറേ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു, പലരെയും ഞാൻ തിരിച്ചറിഞ്ഞു. അതെല്ലാ കൊല്ലവും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ട്രീൻ്റെ ലൈറ്റനിങ് ആട്ടോ. അടിപൊളിയായിരുന്നു അതിൻ്റെ അടിയിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. മോനോട് ഞാൻ ആ ലൈറ്റ് പിടിച്ച് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പിടിക്കുന്നത് കണ്ട ആ ലൈറ്റ് അവൻ്റെ കയ്യിൽ പോരും തോന്നും. ആൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഈ 2025 അവസാനിക്കാൻ പോകുമ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഇയറിലുണ്ടായ ബാഡ് സിറ്റുവേഷനിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങളും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള നിമിഷങ്ങളും മാത്രം 2026 എന്ന അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.